കുട്ടികളെ പഠിക്കാൻ എങ്ങനെ നമുക്ക് സഹായിക്കാം? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ഏത് തരത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കേട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ പേരാണ് ഓഡിറ്ററി ലേണർ. കണ്ടു പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് വിഷ്വൽ ലേണർ. കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. അപ്പോൾ കേട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിറ്ററി ലേണേഴ്സിനെ പഠിപ്പിക്കാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ എക്കോ റീഡിങ് ചെയ്യാം. അതായത് പേരൻ്റ് ആദ്യം വായിച്ചു കൊടുക്കുന്നു, രണ്ടാമത് കുട്ടി വായിക്കുന്നു. വേറൊരു ടെക്നീക്കാണ് പെയർഡ് റീഡിങ്. അതായത് പേരൻറ്റും കുട്ടിയും ഒരേ രീതിയിൽ സൈമുൾട്ടേനിയസ്ലി വായിച്ചു പോകുന്നു, കുട്ടിയുടെ പേസിൽ വായിച്ചു പോകുന്നു. മൂന്നാമത്തെ ഒരു രീതിയാണ് കുട്ടിയോട് ഉറക്കെ വായിക്കാൻ പറയുക, കുട്ടി വായിക്കുന്ന ഭാഗങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുക, പിന്നീട് ഒരു അവസരത്തിൽ ഈ റെക്കോർഡിംഗ് കേട്ട് പഠിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള 3-4 ടെക്നീക്ക് വഴി ഓഡിറ്ററി ലേണേഴ്സിന് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും. ഇനി ഏത് കാര്യം പഠിക്കുന്നതിന് മുൻപും നമ്മൾ ഒന്ന് വായിച്ചതിന് ശേഷം ആ കോൺസെപ്റ്റോ അല്ലെങ്കിൽ അതിനകത്തെ ആ സ്റ്റോറി ലൈനോ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടിയോട് വായിക്കാൻ പറഞ്ഞാൽ കുട്ടി ഇച്ചിരിയും കൂടെ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യും. ഇനി വിഷ്വൽ ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടീനെ കൊണ്ട് അത് വിഷ്വലി ഇമാജിൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നോക്കുക. ഒരു ആരോ ഡയഗ്രാമോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ പിക്ചോറിയലായിട്ടോ അതേ ഭാഗം റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടിക്ക് അത് കണ്ടുപഠിക്കാൻ എളുപ്പമാകും. ഒരു ടോപ്പിക്ക് വായിച്ചതിന് ശേഷം ഹെഡിങ്ങും സബ് ഹെഡിങ്ങും എഴുതി വെക്കാൻ പറയുക. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ച് അത് കണ്ടുപഠിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് അതും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ തരത്തിലുള്ള ലേണേഴ്സാണ് കൈനസ്തെറ്റിക് ലേണേഴ്സ്. ഇക്കൂട്ടർ ഹാൻഡ്സ് ഓൺ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വഴിയാണ് അവർ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളോട് നമുക്ക് നടന്ന് പഠിക്കാൻ പറയാം, അല്ലെങ്കിൽ റോൾ പ്ലേയിൽ കൂടെ പഠിക്കാൻ പറയാം. അതായത് ഒരു ടീച്ചറും സ്റ്റുഡൻറ്റുമായിട്ട് റോൾ പ്ലേ ചെയ്യുക, ടീച്ചർ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, വൈറ്റ് ബോർഡിൽ എഴുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് വഴി ഇത്തരത്തിലുള്ള കൂട്ടുകാർക്ക് പഠിക്കാൻ ഇച്ചിരിയും കൂടെ എളുപ്പമാണ്. ഇനി ഈ 3 തരത്തിലുള്ള ലേണിംഗ് ടെക്നീക്സും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് മിക്കപ്പോഴും, അതായത് ഒരു മൾട്ടി മോഡലായിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുക. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കുട്ടിക്ക് ഒരുക്കി കൊടുക്കുക. ഒരു ക്രിട്ടിസൈസിങ് ആയിട്ടുള്ള വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടിയും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പഠിക്കുന്ന കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്.